ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതിയുടെ രൂപരേഖ തള്ളി വിദഗ്ധ സമിതി. പാരിസ്ഥിതിക സാമ്പത്തിക വിഷയങ്ങൾ പഠിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. ആറന്മുള വിമാനത്താവളം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിലെ പ്ലാൻ പ്രകാരം പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. വിശദമായ പാരിസ്ഥിതിക സാമ്പത്തിക പഠനം നടത്താതെ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത്. യാത്രക്കാരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ ലഭിച്ച പ്ലാൻ. ഇത് ഒരു നല്ല സാമ്പത്തിക മോഡലല്ല. ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നമ്മളിത് പഠിക്കട്ടെ. നമ്മളിപ്പോൾ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതാണ്. നല്ല ഇക്കണോമിക് മോഡലല്ല ഇപ്പം തന്നിരിക്കുന്നത്. പാസഞ്ചേഴ്സ് മാത്രമാണ് പോകുന്നത്. ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് വേണം. നമ്മൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറെ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാത്രമേ അത് നടപ്പാവൂ. ഇ ശ്രീധരൻ സമർപ്പിച്ചത് അപൂർണമായ റിപ്പോർട്ടാണെന്നും സമിതി വിലയിരുത്തി. പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങുന്നില്ലെന്നും കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആറന്മുള വിമാനത്താവളം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിലവിലുയരുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കൂടിയാണ് ഇതോടെ താൽക്കാലിക വിരാമമാകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.